വയനാട്ടിലാണ്, കൽപ്പറ്റയിലാണ്, നമ്മുടെ പുതിയ ടൗൺഷിപ്പിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു വീടിൻ്റെ ഉള്ളിലാണ് നിർമ്മാണം. ഏകദേശം ഒരു 98% പൂർത്തിയായി കഴിഞ്ഞു. ഒരു 2% കൂടി അല്ലറ ജില്ലയുടെ ചെറിയ ടച്ചുവർക്കുകളാണ്. ഇവിടെ അസീസേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമസ്കാരം അസീസേട്ടാ. അസീസേട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അസീസേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത്, അന്ന് ഈ ദുരന്തം ലോകത്തെ ആദ്യം അറിയിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളായിട്ട് സംസാരിച്ചു ആ കാര്യങ്ങൾ. രാത്രിയിൽ ശേഷം നമ്മൾ കറണ്ട് ഇല്ലാതെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം സംസാരിച്ച ഞാൻ ടെൻഷൻ അടിച്ചുള്ള സംസാരം. എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ കൂടി പറഞ്ഞിരുന്നു ആ കാലത്ത് ഒരുപാട് മാറ്റം വന്നു. പക്ഷേ ഈ ഒരുപാട് മാറ്റം വരാൻ കാരണം നമ്മളെ ജനങ്ങൾ, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പിന്നെ ഞങ്ങളെ നല്ലപോലെ സഹായിച്ചു. അന്നത്തെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അന്നത്തെ 1600 സ്ക്വയർ. എത്ര ബെഡ്റൂം? 3 ബെഡ്റൂമും. എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു? സെറ്റ് സ്ഥലം 1 ഏക്കർ 21 സെന്റ് സ്ഥലം. അതിപ്പോ എല്ലാം പോയോ? ഒരു അവിടെ ഇവിടെയൊക്കെ ഒന്നായിട്ട് കിടപ്പുണ്ട്. തറവാടായിരുന്നു. പിന്നെ എനിക്ക് 20 സെന്റ് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതും പോയി. കടയുണ്ടായിരുന്നു. അതും പോയി. വീട് ഗേറ്റും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ 1 ലക്ഷം റുപ്യന്റെ എനിക്കൊരു ആട്ടും കൂടെ ഉണ്ടാക്കി തന്നു കേന്ദ്ര ഗവൺമെന്റ്. അന്ന് തീർന്നിട്ടേ ഉള്ളൂ ആഴ്ചയിൽ. അതും പോയി. എനിക്ക് ഒരു കരി മണ്ണ് പോയില്ല. എന്റെ വീട്ടിൽ നിന്ന് 10-25 പവൻ സ്വർണവും പോയി. പിന്നെ മരുമോള് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വകയിൽ ഒരു കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇത് 1000 സ്ക്വയർ ഫീറ്റും 7 സെന്റിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നു? എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കണ്ടേ. ഇപ്പം എനിക്ക് നല്ല സന്തോഷം. എനിക്ക് വളരെ തൃപ്തി ഈ ഗവൺമെന്റിനോടും എൻ്റെ ഈ വീടിനോടും നല്ല തൃപ്തി. വീട് മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ ഇന്നും വീടിന് അത്ര വലുപ്പമൊന്നുമില്ല. എന്നാലും എനിക്കിത് ഇതെനിക്കിപ്പോ സ്വർഗ്ഗ. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ രാവിലെ ആകുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ വന്ന് കുറെ നേരം നിന്ന് ആൾക്കാരോടൊക്കെ സംസാരിക്കും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. ആൾക്കാർ എല്ലാ ആൾക്കാരോടും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വർക്ക് ഏരിയ അല്ലേ, ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിഷമങ്ങളൊക്കെ തീർന്നു. എനിക്ക് പിന്നെ ഇതിലൊരു താമസം ഒന്ന് വേഗം ആക്കാൻ ഗവൺമെന്റ് ഞങ്ങൾ സഹായിക്കണം. ഇപ്പൊ ഒരു 98% തീർന്നു. അപ്പൊ ഇത് വിഷുവിനെ ഞങ്ങൾ എല്ലാവർക്കും കൂടി കൂടണം എന്നൊരു ആഗ്രഹം ഞങ്ങൾ മനസ്സിലായി. വിഷുവിന് അത് മിനിസ്റ്റർ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ 178 ആൾക്കും ഒന്നിച്ച് കൂടണം എന്നാണ് ഞങ്ങൾ മനസ്സിലിരിക്കുന്നത്. വിഷുവിന് ഈ ടൗൺഷിപ്പിൽ നിന്ന് കണി കാണാനും ആ ടൗൺഷിപ്പിലൂടെ പോകാനുമാണ് ഈ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. ആഘോഷത്തിൽ കൂടണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിന് സാധിച്ചു തരികയായിരുന്നെങ്കിൽ വലിയൊരു നമുക്ക് പറയാനുള്ള ഒന്നാണ്. വീട് കൈമാറി ഇനിയിപ്പം ചെറിയ പണികൾ, എന്തൊക്കെ പണികൾ ബാക്കിയുണ്ട്? ചെറിയ പണികളേ ഉള്ളൂ ഇവിടെയൊക്കെ. പിന്നെ കുറെ അവിടെയൊക്കെ പല പണികളുണ്ട്. പമ്പിങ് പണിയുണ്ട്. എല്ലാ പണികളും തീരാനുണ്ട്. ഇത് എപ്പോഴാണ് തീരാണ് ദൈവത്തിനെ അറിയുള്ളൂ. വിഷുവിന് മുമ്പ് കിട്ടിയാൽ കൊള്ളാം. വളരെ സന്തോഷമുള്ള കാര്യം. പിന്നെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ നിന്ന് ഒരു 25,000 രൂപ ഉരുള് പൊട്ടിയ സമയത്ത് കുടുംബശ്രീൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മരത്തിൻ്റെ പണിക്ക് ആണ്, നിങ്ങൾക്കൊരു മോട്ടർ പാസ്സാക്കി തരാണ്. അങ്ങനെ ഒരു മോട്ടറിന് 25,000 പാസ്സാക്കി. അതിന് ശേഷമാണ് മൈക്രോ പ്ലാനിൽ നിന്ന് ഉരുള് പൊട്ടിയവർക്ക് 2 ലക്ഷം രൂപ ലോണ്, തിരിച്ചടയ്ക്കാത്ത ലോണുണ്ട്, അത് വന്നിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ 25,000 കൊടുത്തു. ഞാൻ പോയി ചോദിച്ചു, ഇത് വേണ്ട, ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ വേണം എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്, ഇത് വാങ്ങിയാലേ അത് തരുള്ളൂ. അത് കുടുംബശ്രീയുടെ ഈ കുടുംബശ്രീയാണോ 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞത്? അല്ലല്ല, മൈക്രോ പ്ലാനുണ്ട്. അത് മൈക്രോ പ്ലാനിൽ ആര് കൊടുക്കുന്നത്? അത് സർക്കാരിന്റെ ആണ്. അപ്പൊ കുടുംബശ്രീ എടുത്താലേ മറ്റത് കൊടുക്കത്തുള്ളൂ. ഇത് വാങ്ങിയാൽ കുടുംബശ്രീയുടെ 25,000 വാങ്ങിയാലേ പറ്റത്തുള്ളൂ എന്നാണോ പറയുന്നത്? അതെ, അതിപ്പോ അതിൽ ഉൾപ്പെടുത്തി, മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തി. കുടുംബശ്രീയുടെ 25,000 കൂടി ഉൾപ്പെടുത്തി. അത് വേണ്ട നിങ്ങൾക്ക്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ആശങ്ക കൂടി സർക്കാരിന്റെ പരിഗണനയ്ക്ക് വെക്കുന്നു. മാത്രമല്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാരും എല്ലാം പോയതാ. എവിടെ ചേട്ടൻ കിട്ടിയ വീട്? എന്റെ പേര് മൈക്കൽ എന്ന് പറയുന്ന ആളാണ്. ഉരുള് പൊട്ടിയിട്ട് 23ാമത്തെ വീടാണ് എന്റെ വീട് പോയത്. ഇപ്പൊ ഞാൻ മേപ്പാടി താമസിക്കും. ഇവിടെ പേസ് 1 B18 നേരെ മുന്നിൽ വീടിലൊക്കെ സന്തോഷമുള്ളൂ. എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്ന സന്തോഷമുള്ളൂ. ഈ ജനങ്ങൾ ചെയ്തത് നമുക്ക് കണ്ടെത്തി തരാൻ. മൈക്രോ പ്ലാന്റെ കാര്യത്തിൽ ഒന്ന് ശരിയാക്കി വേഗത്തിൽ എടുക്കുക. ഒരുപാട് അവഗണനകളുണ്ട്. ആൾക്കാർക്കൊക്കെ മൈക്രോ പ്ലാനിലെ തൃശ്ശൂർ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തും. മൈക്രോ പ്ലാനുമായി ബന്ധപ്പെടുത്തി ഇവർക്കുള്ള ആശങ്കകൾ കൂടി പരിഹരിക്കണം. 1. 2, വിഷുവിന് തൊട്ട് മുമ്പെങ്കിലും ഇവർക്കിത് പൂർണ്ണമായിട്ടും താമസ സജ്ജമാക്കണം. ഈ 2 കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഏകദേശം 90-98% പൂർത്തിയായി. പക്ഷേ കറണ്ടൊക്കെ വന്നു, നല്ല ഫാനിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് അല്ലേ, വെളിച്ചമുണ്ട്, കാറ്റുണ്ട്. നമ്മുടെ ഊരാളുകളിലെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് അല്ലേ. ഇത് നമ്മളിപ്പം താമസിയാതെ കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? കൊടുക്കാം. എല്ലാവരും 1000-1200 തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വീട് കണ്ടു. ബെഡ്റൂം നമ്മൾ കണ്ടില്ല. ഇതാണ് ബെഡ്റൂം. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണോ?
ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ഇതല്ല. ആ അത്യാവശ്യം ബെഡൊക്കെ ഇട്ട് പോവാം. കബോർഡും ഉണ്ട്. കബോർഡ് നിങ്ങൾക്ക് കിട്ടി. ഫർണിച്ചറിന്റെ പൈസ 1 ലക്ഷം രൂപ തരുന്നുണ്ട് ഗവൺമെന്റ്. 7-ാം തീയതി ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിച്ച് തരാം. അപ്പൊ ഫർണിച്ചർ 1 ലക്ഷം രൂപ സർക്കാർ ഉണ്ട്. അപ്പൊ അതും ഇതിനകത്തുള്ള കട്ടിൽ വാങ്ങും, സോഫ വാങ്ങും, എന്ത് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ സോഫ സെറ്റി ഫർണിച്ചർ, നമ്മുടെ കട്ടിൽ. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. നല്ല സിറയുടെ ടൈലൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസറ്റ് ആണെങ്കിലും നമ്മുടെ വാഷ് ബേസ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? സിറയുടെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഇത് നിങ്ങളുടെ ഇതിൽ വരുന്നതാണോ? ഇത് നിങ്ങളുടെ ഊരാളുകൾ വരുന്നതാണോ? അല്ലേ? ഇത് കൂടാതെയുള്ള ഫർണിച്ചറാണ് സർക്കാർ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നതെന്നാണ്. ഒരു ഹാപ്പിയാണ്, ആ അർത്ഥത്തിൽ വളരെ ഹാപ്പിയാണ്. 100% ഹാപ്പിയാണ്. അപ്പോൾ സന്തോഷം. മാത്രം ഞങ്ങൾക്ക് ഈ 1-2 കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഗവൺമെന്റിനോട് അത്രേ ഉള്ളൂ. കാര്യങ്ങൾ മാത്രമേ ഈ ഉള്ളൂ. മൈക്രോ പ്ലാന്റെ ടെൻഷൻ ഉണ്ട്. തൊഴിലിന് വേണ്ടി കൊടുക്കുന്ന ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അത് ആശങ്കയുള്ള കാര്യമാണ്. അപ്പോൾ ആ ടൗൺഷിപ്പിൽ താമസിക്കുന്നവരുടെ ഈ 2 പ്രധാനപ്പെട്ട ആശങ്കകളുണ്ട്. അത് ചെറുതല്ല.